4 പേരെ കൊലപാതകം നടത്തിയതിന് 4 ഹെഡിലും ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3 ലക്ഷം രൂപ വെച്ച് പിഴയും പറഞ്ഞിട്ടുണ്ട്. സബ്സിക്വൻ്റ് ആയിട്ട് 436 വീട് തീ വെച്ചതിനായിട്ട് 5 വർഷത്തെ പണിഷ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 201 തെളിവ് നശിപ്പിച്ചതിന് 3 വർഷത്തെ പണിഷ്മെൻറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പം 7ഉം 5 വർഷം, 7 വർഷം 436നും 5 വർഷം 201. അപ്പം 436ൻ്റെ 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം മാത്രമേ അടുത്ത 5 വർഷം 201 വരത്തുള്ളൂ. അപ്പോൾ ഈ രണ്ടും കഴിഞ്ഞ് 12 വർഷം ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ലൈഫ് ഇംപ്രസ്മെൻറ്റിൽ റെമിഷനോ കമ്മ്യൂട്ടേഷനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസിൽ വെളിയിലേക്ക് തന്നെയാണ് സമൂഹം കരുതുന്നത്. ഇയാൾ ഇങ്ങനൊരു കൊലപാതക പരമ്പര ചെയ്ത ഒരാൾ പുറത്തിറങ്ങിയാൽ അപകടമുണ്ടാക്കുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ജീവപര്യന്തത്തിൽ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കമ്മ്യൂട്ടേഷൻ റെമിഷൻ അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ അതിലൊരിക്കലും സെറ്റ് ഓഫ് ഇല്ല എന്നും റിമൈനിങ് ലൈഫ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും വരുന്ന കാര്യമാണ്. അപ്പം ആ ഭാഗത്ത് ബാക്കിയുള്ള അധികാരികൾ അതിന് ശ്രദ്ധ വരുത്തണം, അത്രയേ ഉള്ളൂ. പിഴ ശിക്ഷയിൽ എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? പിഴ ഈടാക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കണമെന്നാണ്? 1 സാക്ഷിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ എന്തായിരിക്കും ഒരു കോടതി പരിഗണിച്ചിട്ടുണ്ടാകുക? പ്രതിയുടെ പ്രായം, അതുപോലെ മാനസിക പ്രശ്നം, എപ്പോഴെങ്കിലും മാനസിക പ്രശ്നമുള്ള കാര്യം കോടതി പരിഗണിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം ഈ ഒരു സംഭവത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഭാഗം കോടതിയുടെ ഭാഗത്ത് പരിഗണനയിൽ വന്നിട്ടുണ്ടെന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ നമുക്ക് ജഡ്ജ്മെൻറ്റ് കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല. വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം അങ്ങനെ ഒരു രേഖ എന്തെങ്കിലും ഇദ്ദേഹത്തിന് ഈ അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദ ക്രൈം ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു തെളിവും വന്നിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അത് പരിഗണിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുണ്ടാകും. എന്താണ്